ഹായ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ലിവർ ഫ്രൈയുടെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെയെങ്കിലും ആ വെള്ള ലൈക്ക് ബട്ടൺ നീലാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നീലാക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പി അറിയാൻ വേണ്ടി വീഡിയോയിലേക്ക് കടന്നാലോ. എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തി, ദോശ, പൊറോട്ട ഏത് ഫുഡ് കഴിക്കുകയാണെങ്കിലും നല്ല കോമ്പിനേഷനായിട്ട് പെർഫെക്റ്റ് മാച്ചാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലിവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഞാനൊരു ഇരുമ്പേട്ട് അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇച്ചിരി തോനെ ഒഴിച്ചു കൊടുക്കണം, ഇച്ചിരി മുന്തി നിൽക്കണം, എന്നാലേ നമ്മുടെ ആ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അത് അത്രയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തോനെ ഒഴിച്ചാൽ കൊടുത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 സവാള സ്ലൈസായിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തു. 10-20 കൊച്ചുള്ളി രണ്ടായിട്ട് കീറിയിട്ടത്, 4 പച്ചമുളക് രണ്ടായിട്ട് കീറിയത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്ക് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 6 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക. എല്ലാം ഒന്ന് വഴന്നു വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയാണ്, 1.5 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പൊടി ഐറ്റംസിന്റെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടി ഐറ്റംസിന്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ 2 വിസിൽ കേൾപ്പിച്ചതാണ് നമ്മുടെ ലിവർ. അപ്പോൾ നമ്മൾ ആ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയ ശേഷം നമ്മൾ ഇതൊന്ന് പറ്റി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പറ്റി വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കൂട്ടുകാർ ഫേസ്ബുക്ക് പേജിൽ കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് കറിവേപ്പില തണ്ട് അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള ലിവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്.